യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമുമായി ബന്ധപ്പെട്ട നമ്മുടെ 4ാമത്തെ മോക്ക് ടെസ്റ്റാണിത്. ഈ മോക്ക് ടെസ്റ്റിൽ അതുപോലെ NCERT, SCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകെ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ മനസ്സിൽ കാണുക. അതിനുശേഷം ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ ഈ 20 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ മോക്ക് ടെസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 15 മാർക്കാണ്. അപ്പോൾ 15 മാർക്കിന് താഴെ മാർക്ക് കിട്ടുന്നവർ തീർച്ചയായിട്ടും അവർ നല്ലതുപോലെ വർക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെയുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 15ൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവർ കുറച്ചും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിൽ ഇംഗ്ലീഷിന് ഫുൾ മാർക്കും വാങ്ങിക്കാൻ കഴിയും. എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹിസ് വിസിറ്റ് സേവ്ഡ് മീ ഡാഷ് ഓഫ് റൈറ്റിംഗ് ടു ഹിം. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ദ ഹാബിറ്റ്, ദ ഒക്കേഷൻ, ദ ഓപ്പർച്യൂണിറ്റി, ദ ട്രബിൾ. ഇവിടെ എന്തായിരിക്കും വരിക? നോക്ക്, ഇവിടെ സേവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സേവ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സംരക്ഷിക്കുക എന്ന അർത്ഥത്തില്ല സേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഹിസ് വിസിറ്റ് സേവ്ഡ് മീ ഡാഷ് ഓഫ് റൈറ്റിംഗ് ടു ഹിം എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുഴപ്പത്തിൽ നിന്നവനെ സേവ് ചെയ്തെന്ന അർത്ഥത്തില്ല അല്ലെ? അപ്പൊ അങ്ങനെ ഇവിടെ ഏതായിരിക്കും വരാൻ ചാൻസ്? ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ആൻസർ മനസ്സിൽ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഇവിടെ ദ ഹാബിറ്റ്, ദ ഒക്കേഷൻ, ദ ഓപ്പർച്യൂണിറ്റി, ദ ട്രബിൾ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ള കൺഫ്യൂസിങ് വേർഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഒറ്റ വായനയിൽ ഇതെല്ലാം നമുക്കിവിടെ എഴുതാൻ പറ്റുമെന്ന് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നു. എന്നാൽ നമ്മൾ കുറച്ചും കൂടെ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ മാത്രമാണ് നമുക്ക് ആൻസറായി രേഖപ്പെടുത്താൻ കഴിയുക. അതേതായിരിക്കും? അതിനെ നിർണയിക്കുന്ന വാക്കെന്ന് പറയുന്നത് ഈ സേവ്ഡ് എന്ന് പറയുന്ന വാക്കാണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? ഹിസ് വിസിറ്റ് സേവ്ഡ് മീ ഡാഷ് ഓഫ് റൈറ്റിംഗ് ടു ഹിം. എന്തായിരിക്കും? ദ ട്രബിൾ എന്നുള്ളതാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഹിസ് വിസിറ്റ് സേവ്ഡ് മീ ദ ട്രബിൾ ഓഫ് റൈറ്റിംഗ് ടു ഹിം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ സെന്റൻസ് ബൈ ചൂസിങ് ദ കറക്റ്റ് വേർഡ്. നോക്കുക, ഇവിടെ ഇതിനെ കൊടുത്തിട്ടുണ്ട്. മൈ ഹെൻസ് ലേ ഡാഷ് എഗ്സ് എവരി മോർണിംഗ്. നോക്കുമ്പോൾ ഇവിടെ എ ലാർജ് എമൗണ്ട് ഓഫ് കൊടുത്തിട്ടുണ്ട്, സെവറൽ കൊടുത്തിട്ടുണ്ട്, മോർ, മച്ച് നമ്പർ ഓഫ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏതായിരിക്കും ആൻസറായി വരിക? ഏതായിരിക്കും? എ ലാർജ് എമൗണ്ട് ഓഫ് എന്നൊക്കെ പറയുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്, ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്നത്. ഇവിടെ എന്താണ് വേണ്ടത്? ഇവിടെ ഒരു അഡ്ജക്റ്റീവ് ആണ് വരേണ്ടത്. ആ അഡ്ജക്റ്റീവ് എന്തിനെ സൂചിപ്പിക്കുന്നതായിരിക്കണം? എണ്ണത്തെ സൂചിപ്പിക്കുന്നതായിരിക്കണം. കാരണം എഗ്സ് എന്ന് പറയുന്ന നൗൺ എന്താണ്? കൗണ്ടബിൾ ആണ്. അത് കൗണ്ടബിൾ നൗൺ ആണ്. സോ ഇവിടെ നമ്മൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കണം? എണ്ണത്തെ സൂചിപ്പിക്കുന്നതായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? എ ലാർജ് എമൗണ്ട് ഓഫ് ആയിരിക്കുമോ, സെവറൽ ആയിരിക്കുമോ, മോർ ആയിരിക്കുമോ, മച്ച് നമ്പർ ഓഫ് എന്നായിരിക്കും? ഏതായിരിക്കും? എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഹെൻസ് എല്ലാ ദിവസവും രാവിലെ നിരവധി മുട്ട ഇടാറുണ്ടെന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ അനേകം, നിരവധി എന്നൊരർത്ഥമാണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന ഏതാണ്? ഈ സെവറൽ എന്ന് പറയുന്ന വാക്കാണ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പം മൈ ഹെൻസ് ലേ സെവറൽ എഗ്സ് എവരി മോർണിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക.
നാൻസി വെന്റ് ടു ദ ഡാഷ് ലാസ്റ്റ് ഫ്രൈഡേ ടു ബൈ എ പെയർ ഓഫ് ഷൂസ്. അതായത് ഒരു ജോഡി ഷൂ വാങ്ങിക്കുവാൻ വേണ്ടി കഴിഞ്ഞ വെള്ളിയാഴ്ച നാൻസി എവിടെ പോയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഷൂ വിൽക്കുന്ന കടയിൽ പോയെന്ന്. അങ്ങനെ ആകുമ്പോൾ ആ കടയെ നമ്മൾ എന്താണ് വിളിക്കുക? ഷൂ സ്റ്റോർ എന്നാണോ, അതോ ഷൂസ് സ്റ്റോർ എന്നാണോ, ഷൂ അപ്പോസ്ട്രഫി എസ് സ്റ്റോർ എന്നാണോ, അതോ ഷൂസ് അപ്പോസ്ട്രഫി സ്റ്റോർ എന്നാണോ? ഏതായിരിക്കും? നാൻസി വെന്റ് ടു ദ ഡാഷ് ലാസ്റ്റ് ഫ്രൈഡേ ടു ബൈ എ പെയർ ഓഫ് ഷൂസ്. ഏതായിരിക്കും ഇവിടെ വരാൻ ചാൻസ്? ഏതായിരിക്കും? ഷൂ സ്റ്റോർ ആണ്. ഇതാണ് ഷൂ സ്റ്റോർ. ഇത് കോമ്പൗണ്ട് നൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കാരണം ഷൂ വേറൊരു നൗൺ, സ്റ്റോർ വേറൊരു നൗൺ, രണ്ടുകൂടെ ചേരാമ്പത്തായി മാറി ഷൂ സ്റ്റോർ. അതായത് ഷൂ വിൽക്കുന്ന കട എന്നൊരർത്ഥം. നാൻസി വെന്റ് ടു ദ ഷൂ സ്റ്റോർ ലാസ്റ്റ് ഫ്രൈഡേ ടു ബൈ എ പെയർ ഓഫ് ഷൂസ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ കോമൺ നൗൺസ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിൽ കോമൺ നൗൺസ് ഏതൊക്കെ അത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കോമൺ നൗൺ നമുക്കറിയാം എന്താണ്. അതായത് കോമൺ ആയിട്ട് പറയുന്ന, അതായത് പ്രോപ്പർ അല്ലാത്ത. നമ്മൾ മാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഏതൊരു വ്യക്തിയെ നമുക്ക് മാൻ എന്ന് പറയാം. അത് കോമൺ നൗൺ. പ്ലാന്റ്. എന്നാൽ അതിൻ്റെ പ്രോപ്പർ ഒരു വ്യക്തിയുടെ പേര് രാം എന്നാകുമ്പോൾ അതെന്തായി മാറുന്നു? പ്രോപ്പർ നൗൺ ആയി മാറും. ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ച്, ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ച് പറയുന്ന നൗണായി മാറും. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് നിൽക്കുന്ന നൗൺ ഇതിനകത്ത് ഏതാണ്? നമുക്ക് ആദ്യം ഇതിനകത്ത് നൗൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കുമ്പോൾ ഹി എന്താണ്? പ്രൊനൗൺ ആണ്. റിയു എന്ന് പറയുമ്പോൾ വെർബാണ്. സം എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ആണ്. സാൾട്ടഡ് എന്ന് പറയുമ്പോൾ ഇവിടെ അഡ്ജക്റ്റീവായിട്ട് വരും. നട്ട്സ് എന്താണ്? ഒരു നൗൺ ആണ്. നട്ട്സ് ടു പ്രിപ്പസിഷൻ ആണ്. ദ നമുക്കറിയാം ആർട്ടിക്കിൾ ആണ്. മങ്കീസ് എന്ന് പറയുമ്പോൾ അതും നൗൺ ആണ്. ഇവിടെ ആകെ 2 നൗൺ ഉണ്ട്. ഈ 2 നൗണും കോമൺ നൗൺ ആണോ എന്ന് നമുക്ക് നോക്കാം. നട്ട്സ് എന്ന് പറയുമ്പോൾ അതെന്താണ് ആക്ച്വലി? കാഷ്യൂ നട്ട്, പീനട്ട് എന്നൊക്കെ പറയുമ്പോൾ ആ നട്ടിന് നമ്മൾ ആ നട്ടിനെ സ്പെഷ്യലൈസ് ചെയ്യാണ്. കാഷ്യൂവിന്റെ നട്ട്, ഈയുടെ നട്ട്. എന്നാൽ നട്ടെന്ന് മാത്രം പറയുമ്പോഴോ ഇതിനെല്ലാം നമുക്ക് പറയാം. അത് കോമൺ ആണ്. സോ നട്ട്സ് ഒരു കോമൺ ആണ്. ഇനി മങ്കീസ് എന്ന് പറയുമ്പോഴോ അതും കോമൺ ആണ്. ഏതൊരു മങ്കി നമുക്ക് മങ്കി എന്ന് പറയാം. അത് കോമൺ നൗൺ. അപ്പൊ ഇവിടെ 2 കോമൺ നൗൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? നട്ട്സും മങ്കീസും. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. നട്ട്സ്, മങ്കീസ്. ഈ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മദർ ഡസ് മോസ്റ്റ് ഓഫ് ഡാഷ് അറ്റ് ഹോം. ക്ലീൻ ആണോ, ക്ലിയർ ആണോ, ക്ലീനിങ് ആണോ, ദ ക്ലീനിങ് ആണോ? ഏതായിരിക്കും വരിക? വീട്ടിലെ ഒട്ടുമിക്കവാറുള്ള എല്ലാ ക്ലീനിങ്ങും ആരാണ് ചെയ്യാറുള്ളത്? മദറാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ക്ലീനും ക്ലിയറും വരത്തില്ല. ഈ ക്ലീനിങ് ആണോ അതോ ദ ക്ലീനിങ് ആണോ? ഏതാണ് വരിക? മോസ്റ്റ് ഓഫ് ക്ലീനിങ് ആണോ, മോസ്റ്റ് ഓഫ് ദ ക്ലീനിങ് ആണോ? ഏതായിരിക്കും? മോസ്റ്റ് ഓഫ് ദ ക്ലീനിങ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. An ant has 2 dash in its body. ഇതും എന്താണ്? കൺഫ്യൂസിങ് വേർഡ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സ്റ്റൊമക്സ് എന്ന് നമുക്ക് പറയണം. 2 സ്റ്റൊമക്ക് ഉണ്ടെന്ന് അർത്ഥം. സ്റ്റൊമക്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ്? അതുകൂടെ ഉദ്ദേശിച്ചാണ്.
ഏതായിരിക്കും? സ്റ്റൊമക്സ് എന്ന് പറയുന്നതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ ലൈബ്രറി ഈസ് എ കംപ്ലീറ്റ്ലി സൈലന്റ് പ്ലേസ്. ഇത് നമുക്ക് എങ്ങനെ പറയാം? എ ലൈബ്രറി ഈസ് എ പ്ലേസ് ഓഫ് കംപ്ലീറ്റ് ഡാഷ്. ഇവിടെ സൈലന്റ് എന്ന് പറയുന്ന വാക്ക് ഇതെന്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? അഡ്ജക്റ്റീവ് ആണ്. സൈലന്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്, ആണല്ലോ. കാരണം ഈ പ്ലേസ് എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അഡ്ജക്റ്റീവ് ആണ് സൈലന്റ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? ഇതിന്റെ ഏത് ഫോം ആയിരിക്കണം ഇവിടെ വരേണ്ടത്? ലൈബ്രറി ഈസ് എ പ്ലേസ് ഓഫ് കംപ്ലീറ്റ്. ഇവിടെ കംപ്ലീറ്റ് എന്നുള്ള അഡ്ജക്റ്റീവ് ആണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഒരു നൗൺ ആണ് വരേണ്ടത്. അതായത് ഈ പറയുന്ന അഡ്ജക്റ്റീവായി നിൽക്കുന്ന സൈലന്റിന്റെ നൗൺ ഫോം ആണ് ഇവിടെ വരേണ്ടത്. അപ്പൊ സൈലന്റിന്റെ നൗൺ ഫോം എന്ത്? ഏതായിരിക്കും? സൈലൻസ് എന്നാണ്. സൈലൻസ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ ദ ലൈബ്രറി ഈസ് എ കംപ്ലീറ്റ്ലി സൈലന്റ് പ്ലേസ്. നമുക്ക് എങ്ങനെയും പറയാം? ദ ലൈബ്രറി ഈസ് എ പ്ലേസ് ഓഫ് കംപ്ലീറ്റ് സൈലൻസ് എന്ന് പറയാം. ഓക്കെ, സൈലൻസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഐ ഹിയർഡ് ദാറ്റ് ഡാഷ് വൺ ദ ലോട്ടറി. ഇത് പ്രൊനൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഐ ഹിയർഡ് ദാറ്റ് ഡാഷ് വൺ ദ ലോട്ടറി. വൺ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വെർബാണ്. ടെൻസ് ഫോമുള്ള വെർബുമാണ്. സോ അതിന് മുമ്പ് എന്ത് വരണം? ഒരു സബ്ജക്റ്റ് ആയിരിക്കണം വരേണ്ടത്. സബ്ജക്റ്റ് ഫോമാണ് വരേണ്ടത്. ഇവിടെ സബ്ജക്റ്റ് ഫോമായിട്ട് നിൽക്കുന്ന ഏത്? ഹെർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്ജക്റ്റ് ഫോമാണ്. ഹേഴ്സ് എന്ന് പറയുമ്പോൾ അത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. എന്നാൽ ഹെർസെൽഫ് എന്ന് പറയുമ്പോൾ അതെന്താണ്? റിഫ്ലക്സീവ് പ്രൊനൗൺ അല്ലെങ്കിൽ എംഫറ്റിക് പ്രൊനൗൺ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഈ ഷീ ആണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഐ ഹേർഡ് ദാറ്റ് ഷീ വൺ ദ ലോട്ടറി. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, ഐ ഹാവ് ടു ബ്രദേഴ്സ്, വൺ ഈസ് എഞ്ചിനീയർ, ഡാഷ് ഈസ് എ കെമിസ്റ്റ്. എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. അതിൽ ഒന്ന് എഞ്ചിനീയർ ആണ്, അടുത്ത ആള് കെമിസ്റ്റ് ആണ്. അടുത്ത ആള് എന്ന് പറയണം അർത്ഥമാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ ദ അതറാണോ, അതറാണോ, നെതറാണോ, എനി അതറാണോ? ഇവിടെ ഏതായിരിക്കും വരേണ്ടത്? ഏതായിരിക്കും? അതറാണോ, ദ അതറാണോ, അനതറാണോ, എനി അതറാണോ? ഏതായിരിക്കും? ദ അതർ എന്നാണ് വരേണ്ടത്. ഇതാണ് കറക്റ്റ് ആൻസർ. ഐ ഹാവ് 2 ബ്രദേഴ്സ്, വൺ ഈസ് എഞ്ചിനീയർ, ദ അതർ ഈസ് എ കെമിസ്റ്റ്. അടുത്ത ചോദ്യം, ഹേ ഡോണ്ട് ടച്ച് ദാറ്റ് ബാഗ്, ഇറ്റ് ഈസ് ഡാഷ്. ആ ബാഗിൽ തുടരുത്, അത് എന്താണ്? എന്റേതാണ്. അപ്പൊ അങ്ങനെ എന്റേത് എന്നർത്ഥം വരുന്ന വാക്കാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ നോക്കാം, മൈ എന്ന് വെച്ചാൽ എന്റെ, ഹർ അവളുടെ. ഓക്കെ, ഇനി യുവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടേത്. അപ്പോൾ മൈൻ എന്ന് പറയുമ്പോൾ എന്താ? എന്റേത്. ഇവിടെ എന്റേതെന്ന് പറയണമെങ്കിൽ മൈൻ ആണ് വരേണ്ടത്. ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് വരേണ്ടത്. ഹേ ഡോണ്ട് ടച്ച് ദാറ്റ് ബാഗ്, ഇറ്റ് ഈസ് മൈൻ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് fill in the blanks with the most suitable verbs. സ്യൂട്ടബിൾ വെർബ് ഉപയോഗിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡാഷ് മൈ സോക്സ്, യെസ് ഐ സാ ദം ഓൺ യുവർ ബെഡ്. ഇവിടെ നോക്കുമ്പോൾ ഡാഷ് എന്നിട്ട് മൈ സോക്സ് എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുന്നു. ഒരു ചോദ്യമാണ്, നമുക്ക് മനസ്സിലായി. അതിന്റെ ഉത്തരം ഇവിടെ തന്നിട്ടുണ്ട്, യെസ് ഐ സാ ദം ഓൺ യുവർ ബെഡ്. അതെ, ഞാൻ കണ്ടു, അത് നിങ്ങളുടെ ബെഡിൽ കണ്ടു. ഇവിടെ എന്തായിരിക്കും ചോദ്യം? കണ്ടോ എന്നാണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതായത് നിങ്ങൾ എൻ്റെ സോക്സ് കണ്ടോ എന്നാണ് വരേണ്ടത്. ഇവിടെ എസ് ആണ് വന്നിരിക്കുന്നത്. യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൻസേഴ്സ്. അങ്ങനെയുള്ള ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണ്? അവ സഹായക്രിയയിലായിരിക്കും തുടങ്ങുന്നത്. അപ്പൊ സഹായക്രിയയിൽ തുടങ്ങണം. ഇവിടെ നമ്മൾ ഹാഡ് സഹായക്രിയയാണ്, ഹാവ് സഹായക്രിയയാണ്, ഡു വുഡ് സഹായക്രിയയാണ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വരാം. ഇതെല്ലാം ഓക്സിലറി ബിഗിനിങ് ആണ്.
ഇതിനകത്ത് ഏത് വരും? ഇവിടെ നോക്കുമ്പോൾ സോ കഴിഞ്ഞ കാലം, കണ്ടോ, കണ്ടോ, കഴിഞ്ഞു പോയത്. ഡു എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ്, ഇപ്പോൾ കാണുന്നു എന്നായി മാറും, അത് വരത്തില്ല. വുഡ് യു സീ എന്ന് പറയുമ്പോൾ ഇനി ഭാവിയിലെ കാര്യമാണ്, അതും വരത്തില്ല. ഈ കഴിഞ്ഞ കാലത്തിലെ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ നമുക്ക് ഏതൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം? പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹാഡ് യു സീനും ഹാവ് യു സീനും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും വേണ്ടത്? ഇവിടെ നോക്കുമ്പോൾ ഐ സോ എന്നാണ് വന്നിരിക്കുന്നത്, സിമ്പിൾ പാസ്റ്റ്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാമായിരുന്നു, ഹാഡ് യു സീൻ. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയ സ്ഥിതിക്ക് ഒന്നുകിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ് തന്നെ വരാം, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് വരാം. ഇവിടെ സിമ്പിൾ പാസ്റ്റിന്റെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അങ്ങനെ ആയ സ്ഥിതിക്ക് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹാവ് യു സീൻ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ആൻസർ. അടുത്ത ചോദ്യം, ഡാഷ് ദ മിനി മാരത്തോൺ മൈറ്റ് ബി പുട്ട് ഓഫ്. യെസ്, ഇറ്റ് ആൾ ഡിപ്പെൻഡ്സ് ഓൺ ദ വെദർ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്തായിരിക്കും വരിക? ഡാഷ് ദ മിനി മാരത്തോൺ മൈറ്റ് ബി പുട്ട് ഓഫ്. അത് ഈ പറയുന്ന മിനി മാരത്തോൺ ചിലപ്പോൾ മാറ്റി വെച്ചേക്കാം. അതെ, എന്നിട്ടിവിടെ ഞാൻ പറയാണ്, അതെ, ഇറ്റ് ആൾ ഡിപ്പെൻഡ്സ് ഓൺ ദ വെദർ, എല്ലാം കാലാവസ്ഥയെ ആശ്രയിച്ചാണ്. ഇവിടെ എന്ത് വരും? ഇവിടെ ഐ ഹാവ് ടോൾഡ് എന്നാണോ, അതോ ഐ ഹാവ് ബീൻ ടോൾഡ് ആണോ, അതോ ഐ ടോൾഡ് ആണോ, ഐ ആം ടോൾഡ് ആണോ? ഇവിടെ എന്തായിരിക്കും വരിക? ഞാൻ പറഞ്ഞു എന്നുള്ളതാണോ, അതോ എന്നോട് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ വരേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുക. അതിനെ വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ. യെസ്, ഇറ്റ് ആൾ ഡിപ്പെൻഡ്സ് ഓൺ ദ വെദർ. അതായത് ഇവിടെ പറഞ്ഞ ഒരു കാര്യത്തെ അംഗീകരിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. ആണല്ലോ. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ മിനി മാരത്തോൺ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് വ്യക്തികൾക്ക് അവിടെ അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ഒഫീഷ്യലായിട്ട് ആ സംഘടന പറയണം. അങ്ങനെ ആയ സ്ഥിതിക്ക് ഇവിടെ ഐ ഹാവ് ടോൾഡ് അല്ലെങ്കിൽ ഐ ടോൾഡ് എന്ന് പറയുന്ന ഈ എയും സിയും ശരിയാകില്ല. ഞാൻ പറഞ്ഞു, ഐ ഹാവ് ടോൾഡ് നമ്മൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞു. ഐ ടോൾഡ് എന്നാകുമ്പോഴും ഞാൻ പറഞ്ഞു എന്ന അർത്ഥം. അങ്ങനെ പറയുമ്പോൾ അത് എൻ്റെ അഭിപ്രായം ആയി മാറും. ഞാനാണ് തീരുമാനിക്കുന്നത് എന്നൊരു അർത്ഥം വരും. അങ്ങനല്ലല്ലോ, സംഘടനയാണിത് ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വസ്തുത ഉള്ളപ്പോഴും അതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞ കാര്യത്തെ യെസ് വെക്കുന്നുണ്ട്. ഈ പറയുന്നത് ആരായിരിക്കും പറയുക? യെസ്, ഇറ്റ് ആൾ ഡിപ്പെൻഡ്സ് ഓൺ ദ വെദർ എന്ന് പറയുന്ന ഈ ഭാഗം പറയുന്നത് ആരായിരിക്കും? ഇത് നടത്തുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മറുപടിയാണ്. എല്ലാം വെദറിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുക എന്ന് പറയുന്നു. അങ്ങനെയാകുമ്പോൾ ഇവിടെ ആക്ച്വലി എന്തായിരിക്കും വരിക? ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്നോട് പറഞ്ഞു എന്നുള്ളതാണ്. എന്നോട് പറഞ്ഞു എന്ത്? ദ മിനി മാരത്തോൺ മൈ ബി പുട്ട് ഓഫ്. അങ്ങനെ അപ്പോൾ എന്നോട് പറഞ്ഞു എന്ന് വരണം. എന്നോട് പറഞ്ഞു എന്ന് വരണമെങ്കിൽ ആ ഞാൻ അവിടുത്തെ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഞാൻ അവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. ഞാനല്ല പ്രവൃത്തി ചെയ്തത്. പറയുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്തത് ഞാനല്ല. എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ വേറെ ആരോ ആണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് ആരായിരിക്കും? ഈ സംഘടന അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ ആയിരിക്കും. ഇത് നടത്തുന്ന ആൾക്കാരായിരിക്കും പറഞ്ഞത്. അങ്ങനെ അപ്പൊ പറയുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്ത് ഈ ഓർഗനൈസേഷൻ ആണെങ്കിൽ
ഞാൻ എന്ന് പറയുന്നത് ഇവിടുത്തെ എന്തായിരിക്കും? കാരണം എന്നോടാ പറഞ്ഞു. അപ്പം ഞാൻ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിൽ തുടങ്ങുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? പാസീവ് വോയിസ് എന്ന് പറയും. പാസീവ് വോയിസിന്റെ പൊതുവായ ഘടന എങ്ങനെയാണ്? ഒബ്ജക്റ്റ് പ്ലസ് ബി ഫോംസ്, ബിയുടെ രൂപങ്ങൾ പ്ലസ് V3 ആണ് വരേണ്ടത്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബി ഫോംസ് ആയിട്ട് നമുക്ക് ഇവിടെ ഹാവ് ബീനും ഉണ്ട്, ആമും ഉണ്ട്. ബി ഫോംസ് എന്ന് പറയുമ്പോൾ ബിയുടെ രൂപം എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? ഈസ്, ആം, ആർ, വാസ്, വെയർ, പിന്നെ ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ, പിന്നെ ബി, ബി. ഇതെത്രയാണ് ബിയുടെ രൂപങ്ങൾ. ഇവിടെ നോക്കുമ്പോൾ ഐ ഹാവ് ബീനും ഉണ്ട്, ഐ ഹാവ് ബീനും ഉണ്ട്, ആമും ഉണ്ട്. ആം ടോൾഡ് എന്ന് പറയുമ്പോൾ എന്താ കുഴപ്പം? എന്നോട് പറയുന്നു എന്നായി മാറും. അങ്ങനെയല്ലല്ലോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, എന്നോട് പറഞ്ഞു എന്നാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ബിയുടെ പ്രസന്റ് പെർഫെക്റ്റ് ഫോമായ ഹാവ് ബീനോ ഹാസ് ബീനോ ആണ് ഉപയോഗിക്കേണ്ടത്. ഐ വന്നുകൊണ്ട് നമ്മൾ ഹാവ് ബീനെ വരാൻ പാടുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഐ ഹാവ് ബീൻ ടോൾഡ്. അപ്പോൾ ഐ ഹാവ് ബീൻ ടോൾഡ് ദ മിനി മാരത്തോൺ മൈറ്റ് ബി പുട്ട് ഓഫ്. അപ്പോൾ എൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള മറുപടിയാണ് യെസ്, അതെ, ഇറ്റ് ആൾ ഡിപ്പെൻഡ്സ് ഓൺ ദ വെദർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, 30 കിലോമീറ്റേഴ്സ് ഡാഷ് എ ലോങ് വേ ടു ട്രാവൽ. ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 30 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു യൂണിറ്റ് ആയിട്ടാണ് സങ്കല്പിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളവിടെ എന്തേ ഉപയോഗിക്കാവൂ? സിംഗുലറെ ഉപയോഗിക്കാവൂ. ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ? ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്, ഈസ്. ഇതാണ് കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെയാണ് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. $500 million, എ ലാർജ് സം ഓഫ് മണി. തന്നെ പറയുന്നുണ്ട് സം എന്ന്. തീർച്ചയായിട്ടും ഒരു സം ഓഫ് മണിയാണ്. അങ്ങനെയാകുമ്പോൾ അതിനുശേഷം നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഈസ് ആയിരിക്കണം ഉപയോഗിക്കണം. ഇവിടെ ഈസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫ്രാങ്ക് ഈസ് ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹും എവരിബഡി ലൈക്സ് ടു ഡാഷ്. ഫ്രാങ്ക് ഈസ് ദ കൈൻഡ് ഓഫ് പേഴ്സൺ. ഫ്രാങ്ക് അങ്ങനെയുള്ള വ്യക്തിയാണ്. എങ്ങനെ? അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെടും. എന്തിനു വേണ്ടി? അവനുമായിട്ട് ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ അവനുമായിട്ട് കൂടാൻ എല്ലാവരും ആഗ്രഹിക്കും. അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? മേക്ക് ഫ്രണ്ട്സ് ഓഫ് ആണോ, മേക്ക് ഫ്രണ്ട്സ് ആണോ, മേക്ക് ഫ്രണ്ട്സ് വിത്ത് ആണോ, അതോ മേക്ക് ഫ്രണ്ട്സ് ടു ആണോ? എന്താണ് ആക്ച്വലി ഒരു ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതൊരു ഇഡിയമാണ്. അപ്പൊ കറക്റ്റ് ഫോം എന്താണ്? ആ ഇഡിയത്തിന്റെ കറക്റ്റ് ഫോം എന്താണ്? മേക്ക് ഫ്രണ്ട്സ് വിത്ത് എന്നാണ്. ഇതാണ് മേക്ക് ഫ്രണ്ട്സ് വിത്ത്. സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, മോസ്റ്റ് ഓഫ് ഡാൻസ് ടൈം ഡാഷ് റൈറ്റിംഗ് എഡിറ്റോറിയൽസ്. ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മോസ്റ്റ് ഓഫ് എന്ന് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ഭാഗം ഒരു കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എഴുതണം. ഇവിടെ കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ആ കൗണ്ടബിൾ നൗൺ സിംഗുലർ ആണെങ്കിൽ ഇവിടെ സിംഗുലർ ഫോം എഴുതാം. ഇവിടെ പറയപ്പെടുന്ന കൗണ്ടബിൾ നൗൺ ഒരു പ്ലൂറൽ ആണെങ്കിൽ ഇവിടെ നമുക്ക് പ്ലൂറൽ ഫോം എഴുതാം. ഇനി അൺകൗണ്ടബിൾ ആണെങ്കിലോ സിംഗുലർ ആയിരിക്കണം എപ്പോഴും വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഡാനിന്റെ സമയം എന്ന് പറയുമ്പോൾ അത് എന്താണ്? ആക്ച്വലി അൺകൗണ്ടബിൾ ആണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? സിംഗുലർ ഫോമേ ഉപയോഗിക്കാവൂ. ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ നോക്കുക? വാസ് ഉണ്ട്, ഈസ് ഉണ്ട്. ഇവിടെ ചെലവഴിക്കപ്പെടുന്നു എന്നാണ്. ചെലവഴിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പാസീവ് ഫോമിലായിരിക്കണം പറയേണ്ടത്. പാസീവ് ഫോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടുത്തെ വെർബ് എങ്ങനെ ആയിരിക്കണം? V3 ഫോമിലായിരിക്കണം വരേണ്ടത്. ഇവിടെ സിംഗുലർ ആണെങ്കിൽ ഇവിടെ ING ഫോമിലാണ് വന്നിരിക്കുന്നത്. ഇത് തെറ്റ്. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഈസ് വന്നിട്ടുണ്ട്, ഇപ്പൊ സിംഗുലർ ആയി. ഇനി സ്പെൻഡ് എന്ന് പറയുന്നത് V3 ഫോം. അങ്ങനെ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം,
നോക്കുക, മോസ്റ്റ് ഓഫ് ദ മിസ്റ്റേക്സ് ഡാഷ് ബിക്കോസ് ഓഫ് കെയർലെസ്നെസ്. ഇവിടെ മോസ്റ്റ് ഓഫിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ തുടർന്ന് വന്നിരിക്കുന്ന ഭാഗം എന്താണ്? കൗണ്ടബിൾ ആണ്, അത് പ്ലൂറലുമാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ പ്ലൂറൽ ഫോം ആണ് വരേണ്ടത്. പ്ലൂറലായിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെയാ? വേറുണ്ട്, ഈ വേറുണ്ട്, ഈ ആറുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ V3 ഫോം ആണ് വരേണ്ടത്. V3 ഫോമായിട്ട് വന്നിരിക്കുന്ന നോക്കുമ്പോൾ മേക്കിംഗ് V3 അല്ല, എന്നാൽ മേഡും ഈ മേഡും V3 ആണ്. ഇതിനകത്ത് ഏതായിരിക്കും? ആർ മേഡാണോ വേർ മേഡാണോ? അതിനെ ആശ്രയിച്ച ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിന്റെ സെൻസ് അനുസരിച്ച് ഈ പറയപ്പെടുന്ന സെന്റൻസ് എന്താണ്? ഒരു വസ്തുതയെ സൂചിപ്പിക്കുന്നതാണ്. ശ്രദ്ധയില്ലായ്മയിൽ നിന്നാണ് മിക്കവാറുള്ള എല്ലാ മിസ്റ്റേക്കുകളും ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ അതൊരു വസ്തുതയാണ്. ഒരു വസ്തുതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ഫോം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഈ വേർ മേഡ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ഫോം, അത് വരത്തില്ല. എന്നാൽ ആർ മേഡ് എന്ന് പറയുമ്പോൾ അതെന്താണ്? സിമ്പിൾ പ്രസന്റ് ഫോം ആണ്. സോ ഇവിടുത്തെ ആൻസർ ആർ മെയ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ മിസ്റ്റേക്സ് ആർ മെയ്ഡ് ബിക്കോസ് ഓഫ് കെയർലെസ്നെസ് എന്ന് വരും. അടുത്ത ചോദ്യം, only less than 10 dash of the population of this country dash on hunting. അതായത് ഈ രാജ്യത്തെ ജനസംഖ്യയുടെ 10 താഴെ എന്താണ് പെർസെൻറ്റേജ് മാത്രമേ എന്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നുള്ളൂ? ഹണ്ടിങ്ങിനെ ആശ്രയിച്ച് ജീവിക്കുന്നുള്ളൂ എന്നാണ്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എന്ത് വരും? പേഴ്സൺസ് എന്ന് വരുമോ പേഴ്സൻ്റ് എന്ന് വരും? നമ്മൾ പേഴ്സൻ്റ് എന്ന് എപ്പോഴും പറയത്തുള്ളൂ, പേഴ്സൺസ് എന്ന് പറയാറില്ല. അപ്പോൾ പേഴ്സൺസ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് കളയാം. ഇവിടെ പേഴ്സൻ്റ് ഉണ്ട്, ഇവിടെയും പേഴ്സൻ്റ് ഉണ്ട്. പിന്നെ നമുക്ക് എയോ ബിയും എയിലെ എയോ അല്ലെങ്കിൽ ബിയോ പരിഗണിക്കാം. അങ്ങനെ പരിഗണിക്കുമ്പോൾ ഇവിടെ ലീവും ഉണ്ട്, ഇവിടെ ലീവ്സും ഉണ്ട്. അതായത് ഇവിടെ എന്ത് വരും? ലീവ് ആണോ ലീവ്സ് ആണോ വരിക? ഇവിടെ എന്തായിരിക്കും? വെർബാണ്. ഈ ലീവ് അല്ലെങ്കിൽ ലീവ്സ് എന്ന് പറയുന്നത് വെർബാണല്ലോ. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? അത് ഇത്രയും ഭാഗമാണ് സബ്ജക്റ്റ്. ഇവിടെ ഇവിടം വരെ സബ്ജക്റ്റ്. അതിൽ ഏതാണ് മെയിൻ ആയിട്ട് നമ്മൾ ആശ്രയിക്കേണ്ടത്? ഈ only less than 10% എന്ന് പറയുന്ന ഈ ഭാഗമാണ്. ഇതിനെ ആശ്രയിച്ചാണ് നമ്മളിവിടെ എഴുതേണ്ടത്. only less than 10% എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു യൂണിറ്റ് ആണ്. യൂണിറ്റായി വരുമ്പോൾ എപ്പോഴും നമ്മൾ സിംഗുലറെ ഉപയോഗിക്കാവും. അങ്ങനെ ആകുമ്പോൾ ലീവ്സ് എന്ന് വരണം. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അങ്ങനെ വരും, only less than 10% of the population of this country lives on hunting. Okay. അടുത്ത ക്വസ്റ്റ്യൻ, only one answer dash to the questions. ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഒറ്റ ആൻസറേ തന്നിട്ടുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്? only one ആൻസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിംഗുലർ ആണ്. ഇവിടെ സിംഗുലർ ഫോം ആണ് വരേണ്ടത്. സിംഗുലർ ഫോമായിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെയാ? നമുക്ക് ഹാസ് ഉണ്ട്, വാസ് ഉണ്ട്. ഹാഡ് നമുക്ക് എവിടെയും ഉപയോഗിക്കാം. സിംഗുലർ ആയിട്ടോ പ്ലൂറലായിട്ടോ ഹാഡ് ഉപയോഗിക്കാം. അതുകൊണ്ട് നമുക്ക് ഹാഡ് നമുക്ക് പരിഗണിക്കാം. ഹാവ് ബീൻ നമ്മൾ തട്ടി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, only one ആൻസർ ഡാഷ് ദ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നൽകിയിരിക്കുക അല്ലെങ്കിൽ നൽകുക എന്ന് പറയുന്ന പ്രവൃത്തി ഈ ആൻസർ ആണോ ചെയ്തിരിക്കുന്നത്? പിന്നെ ആരായിരിക്കും? ചോദ്യമിട്ട ആളാണ്. ചോദ്യകർത്താവാണ് ആൻസർ തന്നിരിക്കുന്നത്. ചോദ്യകർത്താവ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്. എന്നാൽ only one ആൻസർ എന്ന് പറയുമ്പോഴോ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. ഈ സെന്റൻസ് ഒബ്ജക്റ്റ് ഇല്ലാതെ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒബ്ജക്റ്റ് തുടങ്ങുമ്പോൾ അത് ഏത് സെന്റൻസ് ആയിരിക്കും? പാസീവ് വോയിസിലുള്ള സെന്റൻസ് ആയിരിക്കും. പാസീവ് ഫോമിലുള്ള സെന്റൻസ് ആയിരിക്കും. പാസീവ് ഫോംസിന്റെ പ്രത്യേകത എന്താ? ഒബ്ജക്റ്റിന് ശേഷം വരേണ്ടത് ബിയുടെ രൂപങ്ങളായിരിക്കും. ബിയുടെ രൂപങ്ങൾ പ്ലസ് V3 എന്ന് വരണം. ബി ഫോംസ് പ്ലസ് V3. ഇവിടെ നമ്മൾ ഹാഡ് ബിയുടെ രൂപമല്ല, ഹാവിന്റെ രൂപമാണ്. നമുക്ക് സിയെ കളയാം. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഏതൊക്കെയാ? എയും ഡിയുമാണ്. ഹാസ് ബീൻ ആണോ അതോ വാസ് ഗിവൺ ആണോ? ഹാസ് ബീൻ ഗിവൺ അല്ലെങ്കിൽ വാസ് ഗിവൺ.
അത് ഹാസ് ബീൻ എന്ന് പറയുന്നതും വാസ് എന്ന് പറയുന്നത് ബിയുടെ രൂപങ്ങളാണ്. ഒന്ന് പ്രസന്റ് പെർഫെക്റ്റും അടുത്തത് സിമ്പിൾ പാസ്റ്റുമാണ്. ഇവിടെ പാസ്റ്റ് ടെൻസിന്റെ പ്രത്യേകിച്ചൊരു ടൈമിംഗ് വേർഡ് എടുത്ത് പറയുന്നില്ല. ആ ടൈമിംഗ് വേർഡ് എടുത്ത് പറയാത്തത് കൊണ്ട്, അതായത് പാസ്റ്റ് ടെൻസിന്റെ ഒരു ടൈമിംഗ് വേർഡ് എടുത്ത് പറയാത്തത് കൊണ്ട് നമുക്കിവിടെ വാസ് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ നമുക്ക് ആൻസർ ആയിട്ട് എന്തേ വരത്തുള്ളൂ? ഈ ഹാസ് ബീൻ ഗിവൺ ആണ് ഇവിടെ ആൻസറായി വരിക. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അങ്ങനെ വരും only one answer has been given to the questions എന്ന് വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഓവർ 90% ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് മെയിൻലാൻഡ് ചൈന ഡാഷ് അൺഎഡ്യൂക്കേറ്റഡ് ഇൻ 2000. ഇപ്പൊ 2000-ലെ കാര്യമാണ് പറയുന്നത്. 2000 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലമാണ്. സോ ഇവിടെ കഴിഞ്ഞ കാലത്തുള്ള ക്രിയയാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഈസ് പ്രസന്റിനെ സൂചിപ്പിക്കുന്നതാണ്. വിൽ ബി എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നതാണ്. ആർ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രസന്റിനെ സൂചിപ്പിക്കുന്നത്. എന്നാൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഇവിടെ ഏതാണ്? വാസ് ആണ്. അങ്ങനെ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ അങ്ങനെ വരും ഓൺലി അല്ല ഓവർ ഒള്ളി അല്ല ഓവർ 90% ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് മെയിൻലാൻഡ് ചൈന വാസ് അൺഎഡ്യൂക്കേറ്റഡ് ഇൻ 2000. ഈ 20 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഈ 20 ചോദ്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മോക്ക് ടെസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 15 മാർക്കാണ്. ഓക്കെ, അതിൽ താഴെ മാർക്ക് വാങ്ങിക്കുന്നവരെ സഹായിക്കുവാൻ വേണ്ടി, കാരണം അവർക്ക് ഒത്തിരി കൂടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 15-ൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ചവർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നല്ലതുപോലെ ഈ ഉള്ള സമയം വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 20 മാർക്കും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.